ചൈന പാക് എക്കണോമിക് കോറിഡോർ ഇത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇത് അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അത് ഭീഷണി തന്നെയല്ലേ? ഇന്ത്യക്ക് ഭീഷണിയാണ്. കാരണം ഓഗസ്റ്റ് 20 ചൈന പാകിസ്ഥാൻ ഈ സാമ്പത്തിക ഇടനാഴി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ചൈനീസ് പദ്ധതി. നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നതും ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയ സഖ്യമാണിപ്പോൾ. അതുകൊണ്ട് അവർ ആ റെയിൽ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അതുകൊണ്ട് മറ്റേ ADBയിൽ നിന്ന് പാകിസ്ഥാൻ അതിനുവേണ്ടി കറാച്ചിയിലേക്കുള്ള പാത, ചൈന അതിൽ നിന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ADBയെ പാകിസ്ഥാൻ സമീപിക്കുന്നു, അതിന് അമേരിക്ക സഹായിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇന്ത്യക്കാരും പലരും സന്തോഷിച്ചു, ചൈന പാകിസ്ഥാനിൽ നിന്ന് അകലുകയാണല്ലോ. അങ്ങനെയല്ല സംഭവം. ഓഗസ്റ്റ് 20 ചൈനയും പാകിസ്ഥാനും തമ്മിൽ കരാർ ഒപ്പിട്ടു. ആ ഒപ്പിട്ടിരിക്കുന്നത് ചൈന പാകിസ്ഥാൻ ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടുക എന്നുള്ളതാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായിട്ട് വളരെ പതുക്കെയുള്ള ബന്ധമേ ഉള്ളൂ. പക്ഷേ താലിബാൻ സർക്കാരിനെ ആദ്യം തന്നെ ചൈന അംഗീകരിച്ച് അവരുമായിട്ട് അത്യാവശ്യം സഖ്യത്തിലൊക്കെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ അയലത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിനെയും കൂടി ചൈന വരുതിയിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഭീഷണിയായിട്ട് വരുന്നത്. മാധ്യമങ്ങളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ താരിഫിനെ പറ്റിയായിപ്പോയി. അമേരിക്ക, ചൈന, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഈ താരിഫ് ചർച്ചയുടെ അകത്ത് ഇങ്ങനെ ചൈന പാകിസ്ഥാൻ ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാൻ കരാർ ഒപ്പിട്ടത് ആരും ശ്രദ്ധിച്ചില്ല. ഈ മേഖലയിൽ തന്നെ അല്ലേ, ജിയോ പൊളിറ്റിക്സ് എന്ന് പറയില്ലേ, അതിലൊക്കെ വലിയ മാറ്റം വരുന്ന ഒരു കരാറാണ് ഇത്, മാറ്റം വരുത്തുന്ന കരാർ. അപ്പോൾ ഇതിൻ്റെ ഈ കോറിഡോർ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പാത എങ്ങനെയായിരിക്കും, ഇതിന് പണം ചെലവാക്കുന്നത് എങ്ങനെയായിരിക്കും, ഇതിൻ്റെ സമയപരിധി എപ്പോഴാണ് ഇത് തുടങ്ങുക, തീർക്കുക തുടങ്ങിയ വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ അയലത്ത് ചൈനയുടെ സ്വാധീനം കൂടുകയാണ്. ശ്രീലങ്ക അല്ലേ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, പിന്നെ അഫ്ഗാനിസ്ഥാനും നേപ്പാളിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ചെറിയൊരു അന്തരാള ഘട്ടമാണ് നേപ്പാളിൽ നിന്ന് പറയാം. കാരണം മാവോയിസ്റ്റ് സർക്കാരാണല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാതെ ഇല്ല. വിദേശകാര്യ വകുപ്പ് പറയുന്നത് ഈ ഇടനാഴി ലഡാക്ക്, JNKയിലെ പാകിസ്ഥാൻ അധിനിവേശ പ്രദേശം, അതായത് POK, പാക് അധിനിവേശ കശ്മീർ POK, അതുപോലെ പാകിസ്ഥാൻ്റെ ഭാഗത്തിൽ കയ്യിലുള്ള ലഡാക്കിൻ്റെ ഭാഗം, അതിൽ കൂടിയൊക്കെയാണ് ഈ ഇടനാഴി പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരു രാജ്യം കൂടി ആ ഇടനാഴിയുടെ ഭാഗമാകുന്നത് നമുക്ക് അസ്വീകാര്യമാണ് എന്ന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അസ്വീകാര്യമാണെന്ന് നമ്മൾ പ്രസ്താവന ഇറക്കിയത് കൊണ്ട് അവർ ചെയ്യാതിരിക്കാൻ പോകുന്നില്ലല്ലോ. അവരത് നീട്ടിക്കഴിഞ്ഞു. അത് പോകുന്നത് POK വഴിയും ലഡാക്ക് വഴിയും ഒക്കെയാണ്. അപ്പോൾ ആകെ ഈ ഇടനാഴി $62 ബില്യൺ അതിൻ്റെ ചെലവ്. 5.44 ലക്ഷം കോടി രൂപ നമ്മുടെ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ സിൻജിയാങ്ങിലെ കഷ്ഗർ, സിൻജിയാങ് എന്ന് പറഞ്ഞ പ്രവിശ്യയിലെ, ആ പ്രവിശ്യയിലാണ് മുസ്ലിം മോസ്കുകളൊക്കെ ഇടിച്ചു നിർത്തിയത്, മുസ്ലിങ്ങളൊക്കെ ലേബർ ക്യാമ്പിലൊക്കെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈന. അപ്പോൾ സിൻജിയാങ്ങിലെ കഷ്ഗറിൽ നിന്ന് ഗ്വാദാർ, പാകിസ്ഥാനിലെ ഗ്വാദാർ തുറമുഖം വരെ എത്തുന്ന ഇടനാഴിയാണ് ഇത്, ഗ്വാദാർ വരെ. അപ്പോൾ ഗ്വാദാർ ചൈന വികസിപ്പിക്കുന്ന തുറമുഖമാണ്. അവിടെ ഒരു വിമാനത്താവളം പണിതിട്ടുണ്ട്, പക്ഷെ വിമാനങ്ങളൊന്നുമില്ല. POK വഴിയാണ് ഇത് പോകുന്നത്. പാക് അധിനിവേശം ശരിക്കും നമ്മുടെ സ്ഥലമാണല്ലോ ഈ POK എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്ഥലത്തു കൂടിയാണ് ഈ പണി നടക്കുന്നത്. അതിൽ നമുക്ക് പ്രതിഷേധമുണ്ട്. ചൈന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മൂന്നാം രാജ്യത്തിനൊന്നും എതിരല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എതിരല്ല, ഞങ്ങൾ ഒരു സഹകരണം മറ്റ് രാജ്യങ്ങളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇന്ത്യക്കെതിരെ ഒരു സൈനിക നീക്കം ഭാവിയിൽ നടത്തുക എന്നുള്ള അല്ല ഉദ്ദേശം.
ഞങ്ങൾ അതിന്റെ മലയാളം. അതെ അതെ. ഞങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക കച്ചവട സഹകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന സൗകര്യത്തിലൊക്കെ നമ്മൾ നിക്ഷേപം നടത്തുന്നുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്നിട്ടും നമ്മുടെ കൂടെ അല്ല നിൽക്കുന്നത്. 2021 താലിബാൻ അവിടെ ഭരണം പിടിച്ചടക്കി. അമേരിക്ക പിൻവാങ്ങുകയും ചെയ്തു. അവിടെ നിന്ന് സേനയെ പിൻവലിച്ചു. അമേരിക്ക അവിടെ ഉപേക്ഷിച്ചു വിട്ടുപോയ ആയുധങ്ങളൊക്കെ, അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചു പോയ ആയുധങ്ങളൊക്കെ ഭീകരരുടെ കയ്യിലൊക്കെ വന്നു. TTP അല്ലേ, തെഹ്രീക്ക് താലിബാനിൻ്റെ കയ്യിലുമൊക്കെ വന്നു. അപ്പോൾ ചൈന 2024 തന്നെ താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചു. ഇന്ത്യ പതുക്കെ ആണ്. ചൈന അവിടെ നിക്ഷേപം നടത്തുന്നതിലും മുന്നിൽ തന്നെ നിന്നു. ഇന്ത്യയുടെ ചാബഹാർ തുറമുഖം ഇറാനിലെ, അത് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. എന്തുകൊണ്ടാണ്? അഫ്ഗാനിസ്ഥാൻ ലാൻഡ് ലോക്ക്ഡ് ആണ്. അഫ്ഗാനിസ്ഥാന് ഈ മറ്റേ സമുദ്രം ഇല്ല. അപ്പൊ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാബഹാർ തുറമുഖം കരാർ ഒപ്പിട്ടത് എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടല്. കാരണം അഫ്ഗാനിസ്ഥാനിലേക്ക് ചരക്ക് പാകിസ്ഥാൻ വഴി അല്ലാതെ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ചരക്കെത്തിക്കുക, ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ചരക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചാബഹാർ തുറമുഖം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് മറ്റേ അങ്ങോട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് മാത്രമല്ല, സെൻട്രൽ ഏഷ്യയിലേക്ക് നമ്മുടെ ഒരു വാതിൽ തുറക്കുന്നതായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത് ചാബഹാർ. അപ്പോൾ ഈ ചൈന പാകിസ്ഥാൻ ഇടനാഴിയിൽ അഫ്ഗാനിസ്ഥാനും കൂടി വരികയാണല്ലോ ഇപ്പോൾ ഇടനാഴിയിൽ. നേരത്തെ 2 രാജ്യങ്ങളിലൂടെ ഒരു ഇടനാഴി, അതിൽ 3ാമത്തെ രാജ്യം കൂടി വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ചാബഹാർ നമ്മൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു വാതിൽ തുറന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഇത് ഡൈല്യൂട്ടഡ് ആയിപ്പോകും. അതിൽ വെള്ളം ചേർക്കപ്പെടുക. കാരണം നമ്മുടെ ഉപഗ്രഹ സ്ഥലമായിട്ട് രാജ്യമായിട്ട് നമ്മൾ അഫ്ഗാനിസ്ഥാൻ നിന്നോളും, ചാബഹാർ വരുമ്പോൾ എന്ന് കരുതിയെടുത്ത് പിഴച്ചു. അവർ ചൈനയുടെ പാകിസ്ഥാൻ്റെയും കൂടെ ആ ഇടനാഴിയിലും കൂടി പോയി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കച്ചവടത്തിന് ആ ഇടനാഴി വളരെ സൗകര്യമാണല്ലോ. ചൈനയിലേക്കും കച്ചവടം നടത്താം, പാകിസ്ഥാനിലേക്കും ചെയ്യാം. പാകിസ്ഥാനിൽ നിന്ന് ഇറാൻ അതിർത്തിയിലല്ലേ, അടുത്ത സ്ഥലത്തേക്ക് അങ്ങോട്ടും പോവാം. മാത്രമല്ല ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ട്രെയിൻ വന്നല്ലോ, ചരക്ക് തീവണ്ടി വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈയിൽ റഷ്യ താലിബാനെ അംഗീകരിച്ചു. അമേരിക്ക പാകിസ്ഥാനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് പോകുന്നത്. അപ്പോൾ പരോക്ഷമായി അമേരിക്ക പാകിസ്ഥാൻ സൗഹൃദം ഉള്ളത് കൊണ്ട് ഈ ഇടനാഴിയെ അമേരിക്ക ശക്തിപ്പെടുത്താനാണ് സാധ്യത. അങ്ങനെയും വരുന്നുണ്ട്. മാത്രമല്ല ചൈനയും റഷ്യയും തമ്മിൽ വലിയ അടുപ്പമല്ലേ. അപ്പോൾ റഷ്യയിലേക്ക് ഈ മറ്റേ ഇറാനുമായിട്ട് റഷ്യക്ക് നല്ല ബന്ധമാണല്ലോ. കുറച്ച് ഇപ്പോൾ ശീതസമരമുണ്ട്. കാരണം അവരുടെ മിസൈലൊക്കെ മറ്റേ അവർ റോയൽറ്റി കൊടുക്കാതെ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഡ്രോണുകൾ, ഇറാനും റഷ്യയും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ച ഡ്രോണുകൾ അവർ പരിഷ്കരിച്ച് സ്വയം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നു റഷ്യ എന്നുള്ള പരാതി ഇറാനിലുണ്ട്. എന്നാലും ആ ബന്ധം അവിടെ നിൽക്കും. അപ്പോൾ പരോക്ഷമായി അമേരിക്കയും ഇടനാഴിയെ ശക്തിപ്പെടുത്തും. ഇതൊക്കെയാണ് ഇന്ത്യക്ക് ഭീഷണി. ജനുവരിയിൽ ഇന്ത്യയും ഈ കഴിഞ്ഞ ജനുവരിയിൽ വിക്രം മിശ്രി അവിടെ പോയിരുന്നല്ലോ, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി. അപ്പോൾ വിദേശകാര്യ സെക്രട്ടറിമാരുടെ തലത്തിലുള്ള ഒരു ബന്ധം മാത്രമേ നമ്മൾ താലിബാനുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു മുഴുവൻ സ്ഥാനപതിയൊന്നും നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന ഒരാളെ അല്ലേ മുംബൈയിൽ സ്ഥാനപതി പോലെ ഒരു പ്രതിപുരുഷനായിട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഭീഷണി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മറ്റേ ചൈന പാകിസ്ഥാൻ ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടുന്നു. ആ പദ്ധതിയിൽ അഫ്ഗാനിസ്ഥാനും കൂടി കക്ഷി ചേർന്നിരിക്കുന്നു. അതാണ്
ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധമൊക്കെ കൂടുതൽ ദൃഢമായപ്പോൾ നമ്മൾ വിചാരിച്ചു പാകിസ്ഥാനിൽ നിന്ന് ചൈന പൂർണ്ണമായിട്ടും അകന്നു. പക്ഷെ അവർ വൻതോതിൽ പണം നിക്ഷേപിച്ചത് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുക. മുമ്പും എന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളതാണ്, ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയുടെ താല്പര്യങ്ങൾ നോക്കും. അവർക്ക് ഇന്ത്യയിൽ ഒരുപാട് നിക്ഷേപം പല സ്ഥലത്തും വേണം എന്നുണ്ട്. നമ്മുടെ സ്റ്റാർട്ടപ്പുകളിൽ, നമ്മുടെ മാളുകളിൽ, അതിലുമൊക്കെ ടെൻസെൻസ്, ആലിബാബ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ നടത്തിയിരുന്നപ്പോഴാണ് ഈ ഗാൽവാനൊക്കെ വന്ന് നമ്മളെ ആപ്പൊക്കെ പൊട്ടിച്ചതൊക്കെ. അവർക്ക് 51% നിക്ഷേപത്തിനുമൊക്കെ നമ്മുടെ ഇവിടെ വലിയ തോതിൽ നിക്ഷേപം അവർ നടത്തുന്നത് നമുക്കൊരു ഭീഷണിയായിട്ടാണ് നമ്മൾ കരുതുന്നത്. കാരണം നമ്മൾ 1962 അവരോട് തോറ്റതാണല്ലോ. അതുകൊണ്ട് വീണ്ടും ഈ കരാറും തെളിയിക്കുന്നത് എന്താണ്? ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.